നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. കുപ്പുസ്വാമി അണ്ണാമലൈ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. മറ്റൊന്നുമല്ല, BJPയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ തുരുതരാ വരുന്നൊരു കാര്യം, അണ്ണാമലയെ പോലെ അധികായൻ 17 സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഭൂരിഭാഗം ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ ഒരു മാസ്റ്റർ മൈൻഡ് അതിന് പിന്നിലുണ്ടാകുമെന്നാണ് മറ്റൊരു വാദം. എന്തുവന്ന് തന്നെയായാലും അദ്ദേഹം ഒരു 5 പേജ് രാജിക്കത്ത് കൊടുത്തു എന്ന് കേൾക്കുന്നു. BJP ദേശീയ അധ്യക്ഷന് കൊടുത്തു. അമിത്ഷായുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്ന് പറയുന്നു. പക്ഷെ ശരിക്കും അണ്ണാമലൈ അങ്ങനൊരു രാജിക്ക് ഒരുങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അണ്ണാമലൈ അതിന് പ്രേരിപ്പിച്ചത്? സത്യത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈവെള്ളയിലിട്ടിങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന BJP കേന്ദ്ര നേതൃത്വത്തിന്, സംഘപരിവാറിന് അങ്ങനെ തന്നെ പറയാം. കാരണം BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ, ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ, എന്തായാലും നമ്മൾ അണ്ണാമലയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അണ്ണാമലയെ സത്യത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്, ഞാൻ അതിനകത്ത് RSSനെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് കാരണം, RSSൻ്റെ ഒരു പ്രചാരകൻ BJPയുടെ ഓൾ ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത ഒരു നല്ല ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. 5 പേജുള്ള രാജിക്കത്ത് അല്ല, അത് എത്ര പേജോ ആകട്ടെ, അദ്ദേഹം രാജി സമർപ്പിച്ചു എന്നത് ഒന്നാമത്തെ കാര്യം. അണ്ണാമലയോ BJP കേന്ദ്ര നേതൃത്വമോ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അണ്ണാമലൈ അവിടെ പോയി, അവിടെ കാണുന്നു. അണ്ണാമലയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം എന്താ? 3% വോട്ടിൽ കിടന്ന BJPയെ 13% വോട്ടിലെത്തിച്ച ആൾ അണ്ണാമലയാണ്. അണ്ണാമലൈ തിരിച്ചു പോയപ്പോൾ ആ 10% വോട്ട് നേരെ ഒറ്റയടിക്ക് 3%ത്തിലേക്ക്, പഴയ 3%ത്തിലേക്ക് ചുരുങ്ങി. 5-6 മാസമായില്ലേ അണ്ണാമലയെ BJP തമിഴ്നാട് ദേശീയ അധ്യക്ഷ മാറ്റി നിർത്തിയിട്ട്? അതെ. അപ്പോൾ അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അണ്ണാമലയെ കൊണ്ടുവന്ന 10% വോട്ട് തിരിച്ച് അണ്ണാമലൈ പോയപ്പം അണ്ണാമലയുടെ, അപ്പോൾ ആ 10% വോട്ടിന് അധികാരി ആരാ? BJP ആണോ അണ്ണാമലയാണ്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ അണ്ണാമലൈ വന്നതിന് ശേഷമാണ് തമിഴ് രാഷ്ട്രീയത്തിൽ, നോക്കൂ, അണ്ണാമലൈ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവം ഉണ്ടായാലും മാധ്യമങ്ങൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും റിയാക്ഷൻ എടുക്കാൻ പോകും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗാളിൽ മമതയുടെ പരാജയം, അപ്പോൾ അവർ വിജയിയുടെ, സ്റ്റാലിൻ്റെ ഒക്കെ റിയാക്ഷൻ എടുക്കാൻ പോകും, അല്ലേ? അണ്ണാമലൈ വന്നതിന് ശേഷമാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു BJP നേതാവിൻ്റെ റിയാക്ഷൻ, ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഒരു റിയാക്ഷൻ എടുക്കാൻ മാധ്യമങ്ങൾ ആരംഭിച്ചത് അണ്ണാമലൈ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് വളരെ അപൂർവമായിട്ടൊക്കെ എടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല. എന്ത് വന്നാലും, പണ്ടൊക്കെ അങ്ങനെയാണ്, ലോകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ ഉടനെ പ്രകാശ് കാരാട്ടിൻ്റെ പ്രതികരണം എടുക്കാൻ BBC-ക്കാരെ ഓടി വരുമായിരുന്നു. ഇപ്പം BBC-ക്കാരന് പ്രകാശ് കാരാട്ടിനെ വേണ്ട, CPM-നെ വേണ്ട, CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ഒന്നും വേണ്ട. കാര്യം മനസ്സിലായി. അപ്പോൾ അതുപോലെയായിരുന്നു ഈ അണ്ണാമലൈ. കാരണം അണ്ണാമലൈ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അണ്ണാമലൈ കൊണ്ടുവന്ന എൻ മണ്ണ് എൻ മക്കൾ വാദം, അതൊരു വലിയ മൂവ്മെൻറ്റായി മാറി തമിഴ്നാട്ടിൽ. അത് BJPക്ക് ഉണ്ടാക്കിക്കൊടുത്ത നേട്ടം ചെറുതല്ല. മോദി പ്ലസ് അണ്ണാമലൈ അതൊരു നല്ല കോമ്പിനേഷനായിരുന്നു. അമിത്ഷാ പ്ലസ് അണ്ണാമലൈ അതൊരു നല്ല കോമ്പിനേഷനായിരുന്നു. അതിൽ നിന്ന് അണ്ണാമലൈ പോയപ്പോൾ മോദി പ്ലസ് വേറെ ആരൊക്കെയോ വന്നു. നയിനാർ നാഗേന്ദ്രൻ വന്നു, എടപ്പാടി പളനിസ്വാമി വന്നു. എടപ്പാടി പളനിസ്വാമിയൊക്കെ, ഒന്നാമത്തെ കാര്യം, BJPയുടെ ലക്ഷ്യം എന്താണ്? ഈ കേരളത്തിലും തമിഴ്നാട്ടിലും BJP കേന്ദ്ര നേതൃത്വത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റവിടെയാണ്. ഞാൻ പറയും, അത് മോദി, ഇപ്പം നാളെ ഇപ്പോൾ എൻ്റെ ഇതിന് താഴെ, വീഡിയോയ്ക്ക് താഴെ വന്ന ആൾക്കാർ ചീത്ത വിളിക്കും. മോദിയെ കുറ്റം പറയാൻ താൻ ആരോട്? ഇപ്പോൾ മോഡി തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തന്നെ പറയണം. മോദിയെ ദൈവമൊന്നുമല്ലല്ലോ. ഇത് ഗാന്ധിയെ വിമർശിക്കാൻ പാടില്ല. ഇവിടെ ഗാന്ധിയുടെ ആരാധനാ പുരുഷനായ, ഗാന്ധിയുടെ ഉപാസനാമൂർത്തിയായ ശ്രീരാമനെ വിമർശിക്കാം. ശ്രീരാമന് ചെരുപ്പുമാല ഇടാം, ശ്രീരാമൻ്റെ വിഗ്രഹത്തിലും പടത്തിലും ചെരുപ്പ് കൊണ്ട് അടിക്കാം. പക്ഷെ ഗാന്ധിയെ വിമർശിക്കാൻ പാടില്ല. ഹൂ ഈസ് ഗാന്ധി?
ഒന്നുമില്ല. ഗാന്ധിയെയും വിമർശിക്കാം, എന്നെയും വിമർശിക്കാം, ആരെയും വിമർശിക്കാം. വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനം വേണം. അടിസ്ഥാനമില്ലാതെ വിമർശിക്കരുത്. കേരളത്തെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം BJPയുടെ ഒരു അജണ്ടയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ ഒരു അജണ്ട വയ്ക്കാം. നാളെ കോൺഗ്രസ്സുകാർ പറയാണ്, രാഹുൽ ഗാന്ധി പറയാണ് BJP മുക്ത ഭാരതം. യെസ്, അത് അവരുടെ ഒരു അജണ്ടയാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് കണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അതിനെ എതിർത്ത് തോൽപ്പിക്കണം. അതാണ് മിടുക്ക്. അപ്പം കോൺഗ്രസ് മുക്ത ഭാരതം BJP മുന്നോട്ട് വെച്ചപ്പോൾ ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു, ഓരോരോ ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത്. BJP അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് തെറ്റിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് അവർക്ക് തെറ്റിയത്. അവിടെ കോൺഗ്രസ് മുക്ത ഭാരതമല്ല അവിടെ ഉയർത്തി കാണിക്കേണ്ട സ്ലോഗൻ. അവിടെ ഉയർത്തി കാണിക്കേണ്ടത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളവും തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയ മുക്ത DMK എന്നല്ല, ദ്രാവിഡ രാഷ്ട്രീയ മുക്ത തമിഴ്നാടും ആയിരുന്നു BJP ഉയർത്തി കാണിക്കേണ്ടത്. കാരണം ഈ രണ്ട് ശക്തികളും ദേശീയതയ്ക്കെതിരാണ്. ഇത് ദേശീയതയ്ക്ക് 100% ഈ രണ്ട് ശക്തികളും എതിരാണ്. ഈ ഒരൊറ്റ പോയിന്റിൽ പിടിച്ചുകൊണ്ടാണ് അണ്ണാമല ഇപ്പോൾ അണ്ണാമല കളിച്ചത് വളരെ കൃത്യമായിട്ട്. അണ്ണാമല എവിടെ വന്നിട്ട് അണ്ണാമല മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ദേശീയതയുടെ രാഷ്ട്രീയമാണ്. അവിടെ എൻ മണ്ണ് എൻ മക്കൾ വാദം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ കരുണാനിധിയുടെ പൂർവികർ അവിടുന്ന് തുടങ്ങി ആ ആന്ധ്രാക്കാരുടെ പിൻഗാമിയായ, ആന്ധ്രയിൽ നിന്ന് കുടിയേറിയവരുടെ പിൻഗാമിയായ, തൊഴിൽ തേടി ചെന്നൈയിൽ വന്നവരുടെ പിൻഗാമിയായ കരുണാനിധിയും കരുണാനിധിയുടെ മകൻ സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധിയും ഇനി ഉദയനിധിയുടെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇതിങ്ങനെ പരമ്പരയായിട്ട് ഒരു ഡൈനാസ്റ്റി ആയിട്ട് പോകുന്നു. ഇതാണോ വേണ്ടത്? എവിടെ തമിഴൻ്റെ സ്വത്വം എവിടെ എന്നാണ് അണ്ണാമല ചോദിച്ചത്. ഈ ഒരു ചോദ്യത്തിന് BJP കൈ കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അണ്ണാമല ഇപ്പം മാറി നിൽക്കുന്നത്. അല്ല, അതുകൊണ്ടൊന്നുമല്ല. അത് ഞാൻ പറയാം എന്താന്ന് കാര്യം. ഈ അണ്ണാമലെ ഈ തരത്തിലൊരു തമിഴ് സ്വത്വം ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ ദേശീയതയുമായിട്ട് സമരസപ്പെടുത്തി, അതായത് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി വേറിട്ടൊരു സ്വത്വമാണ് തമിഴനുള്ളത് എന്ന് കാലങ്ങളായിട്ട് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ബ്രിട്ടീഷുകാർ തുടങ്ങി, അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന പറങ്കികൾ തുടങ്ങി. ഈ ഇവിടെ മതപരിവർത്തനവും ഈ പറയുന്ന ഇതുമൊക്കെ ആര്യനാക്രമണവും ഒക്കെ കള്ളക്കഥകളുണ്ടാക്കി, കള്ളചരിത്രമുണ്ടാക്കി, ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേറെ വേറെയാണ് എന്ന് പറഞ്ഞൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ, പരസ്പരം കലഹിക്കാൻ, അതാണല്ലോ തമിഴനെ ഉത്തരേന്ത്യയുമായിട്ട് അടുപ്പിക്കാനാണല്ലോ സ്റ്റാലിൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ കരുണാനിധി ശ്രമിച്ചു. അടുപ്പിക്കാൻ, തമ്മിൽ തല്ലിക്കാൻ അല്ലേ ശ്രമിച്ചത്. ആ ശ്രമം അണ്ണാമല പൊളിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ അണ്ണാമലയുടെ തന്ത്രങ്ങൾ പറഞ്ഞു വന്നത് ഒരുപാട് പറയാൻ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അല്ല, അണ്ണാമല ചെയ്തത് എന്താന്ന് വെച്ചാൽ എൻ മണ്ണ് എൻ മക്കൾ വാദം പറഞ്ഞ് തമിഴ് സ്വത്വം ഉയർത്തി അതിനെ ആ പഴയ പ്രാചീന ഭാരതത്തിൻ്റെ ഒരു ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രത്തിൽ തമിഴൻ്റെ പങ്ക് പുനഃസ്ഥാപിക്കാനാണ് അണ്ണാമല ശ്രമിച്ചത്. അതൊരു വലിയ, അതായത് ഒരു ആഗോള അജണ്ടയ്ക്ക് കൊടുത്ത മറുപടിയാണത്. അതിനെയാണ് ഒറ്റ രാത്രി കൊണ്ട് അണ്ണാമലയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. ഈ അണ്ണാമലയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്തിനാണ് എന്ന് BJP കേന്ദ്ര നേതൃത്വം ഉത്തരം പറയണം. അതായത് എതിർത്തുകൊണ്ടിരുന്നത് എന്തിനാണ്? ദ്രാവിഡ രാഷ്ട്രീയത്തെ. എന്നിട്ട് ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതിൽ ഒരു ധ്രുവത്തെ പിടിച്ചു. ആരെ? എടപ്പാടി പളനിസ്വാമിയെ. എടപ്പാടി പളനിസ്വാമി വന്നാൽ ഇപ്പോൾ ഇവിടെ എന്തോ അങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞു. എന്ത് മറിച്ചു? BJPയുടെ വോട്ട് 13% നിന്ന് 3% താഴ്ന്നു. ആ ദ്രാവിഡ പാർട്ടിയും ജയിച്ചില്ല, ആ പാർട്ടിയും ജയിച്ചില്ല. അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഇനി തമിഴ്നാട്ടിൽ വലിയ വേരോട്ടമില്ല എന്ന് തെളിയിച്ചു. സത്യത്തിൽ അണ്ണാമലയെ ഉപയോഗിച്ച് BJP നടത്തിയ ഉഴുതുമറിച്ചിലിൽ അതിൻ്റെ നേട്ടം കൊണ്ടുപോയത് വിജയാണ്. തീർച്ചയായിട്ടും. കാരണം DMKക്കെതിരെ ഒരു ശക്തനായ ഒരു പ്രതിയോഗിയെ അവർ അണ്ണാമലയിൽ കണ്ടിരുന്നു തമിഴ് ജനത. പക്ഷേ ഈ എൻ മണ്ണ് എൻ മക്കൾ വാദം ഈ ഇലക്ഷൻ സമയത്ത് തമിഴ്നാട്ടിൽ ഉയർന്നു കേട്ടില്ല. കാരണം അണ്ണാമല അവിടെ ഇല്ലായിരുന്നു. 10% വോട്ട് ഷെയറും അണ്ണാമലയും അവിടെ അപ്രസക്തമായിരുന്നു തമിഴ്നാട്ടിൽ. അല്ല, അപ്രസക്തമായി എന്നുള്ളതല്ല, അതവിടെ ഉണ്ട്. പക്ഷേ BJPയുടെ മുന്നിൽ അത് അപ്രസക്തമൊന്നും ആയിട്ടില്ല. പക്ഷെ BJPക്ക് അത് വേണ്ട. BJP കേന്ദ്ര നേതൃത്വത്തിന് അത് വേണ്ട.
അവർ അതായത് മണ്ടത്തരമാണ് കാണിച്ചത്. പക്ഷേ ഈ വാദം ഏറ്റെടുത്തത് വിജയ് ടിവിക്ക് വിജയാണ്. വിജയ് വിജയ് അവിടെ പറഞ്ഞ എന്താണ്? സ്റ്റാലിൻ സാർ, നിങ്ങൾ അഴിമതിക്കാരനാണ്, ഞാൻ അഴിമതിക്കാരനല്ല. നിങ്ങൾ രാജ്യത്ത് മുഴുവനും അഴിമതി നടക്കാൻ, സംസ്ഥാനത്ത് മുഴുവനും ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു, ഞാനത് മുഴുവനും പൊളിച്ചെഴുതും. അടുത്തത്, നിങ്ങൾ സ്ത്രീ സുരക്ഷ അപകടത്തിലാക്കിയിരിക്കുന്നു, ഞാൻ സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കും. ഇങ്ങനെ അക്കമിട്ടാണ് വിജയിൻ്റെ ഇത് പോയത്. നോക്കൂ, ഇത് ഈ എൻ മണ്ണ് എൻ മക്കൾ വാദം ഉയർത്തി അണ്ണാമലെ അവിടെ നടത്തിയ പോരാട്ടം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ? ഒരു പെൺകുട്ടി ഒരു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വെച്ച് അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ, ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് വന്ന് പ്രതിഷേധമുയർത്തിയ ആൾ അണ്ണാമലയാണ്, BJP ആണ്. അന്ന് ആ പെൺകുട്ടിക്ക് സുരക്ഷ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു തമിഴനെന്ന നിലയിൽ എൻ്റെ ശിരസ് അപമാനഭാരത്താൽ കുനിയുന്നു എന്ന് പറഞ്ഞു സ്വയം ചാട്ടയടി ഏറ്റുവാങ്ങി ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ് അണ്ണാമലൈ. ലോകത്തിന് മുഴുവൻ അതൊക്കെ തമിഴ്നാട്ടിലുണ്ടാക്കിയ വികാരം തിരിച്ചറിയണമെങ്കിൽ മോദിയും അമിത്ഷായും ഒക്കെ ഒന്ന് കണ്ണു തുറന്ന് തമിഴ്നാട്ടിലേക്ക് നോക്കണം. ഇനി സംഭവിക്കാൻ പോകുന്നത് അണ്ണാമലൈ എന്തായാലും രാജിക്കത്ത് കൊടുത്തു. അല്ല, അവിടെ ഞാൻ പറയട്ടെ, എനിക്ക് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. രാജിക്കത്ത് കൊടുത്തു എന്നുള്ളത് മാധ്യമങ്ങൾ പറയുന്ന വാർത്തയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അണ്ണാമലയോ BJP കേന്ദ്ര നേതൃത്വമോ ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. കൊടുത്തിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ മാധ്യമങ്ങൾ പറയുന്ന ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് സൺ നെറ്റ്വർക്കാണ്, സൺ TV ആണ്. ഇവിടെ എന്താണ് സൺ നെറ്റ്വർക്കിനും സൺ TV ആരുടേതാണെന്ന് അറിയാമല്ലോ? DMKയുടെ ഔദ്യോഗിക നാവാണ് സൺ നെറ്റ്വർക്ക്. 4 സംസ്ഥാനങ്ങളിലുണ്ട്. ഈ സൺ നെറ്റ്വർക്ക് വളരെ കൃത്യമായിട്ട് എന്തിനാണ് അണ്ണാമലയുടെ രാജി അവരാഗ്രഹിക്കുന്ന എന്തിനാണ്? ഞാൻ ചോദിക്കുന്ന വേറൊരു പാർട്ടിയുടെ കാര്യമാണ്. നടക്കാത്തൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയില്ല രാജിക്കത്ത് കൊടുത്തോ ഇല്ലയോ എന്ന്. ഇപ്പോഴും അണ്ണാമലയുടെ അടുത്ത് ഈ ബുധനാഴ്ച വൈകിട്ട് വരെ അവിടെ നിൽക്കാനാണ് അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരം. അപ്പോൾ അണ്ണാമലയുമായിട്ട് അവർ ചർച്ച നടത്തുന്നുണ്ടാവാം. ചിലപ്പോൾ അണ്ണാമലെ നോക്കൂ, ഇടയ്ക്കൊരു വാർത്ത വന്നു, ആന്ധ്രയിൽ നിന്ന് അണ്ണാമലയെ രാജ്യസഭയിലെത്തിക്കും, പവൻ കല്യാൺ അണ്ണാമലയുമായിട്ട് സംസാരിച്ചു, ചർച്ച നടത്തിയെന്നൊക്കെ. നമ്മൾ ആ ചർച്ച നടത്തി, അതിനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളഞ്ഞില്ല. പക്ഷെ ഞാൻ പറയുന്നു, അണ്ണാമല അതൊരിക്കലും സ്വീകരിക്കില്ല. എന്താ കാര്യമെന്ന് പറയാം. ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറി തമിഴ് രാഷ്ട്രീയത്തെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ കരുണാനിധി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അണ്ണാമലൈ പിന്നീട് പോയി ആന്ധ്രക്കാരൻ്റെ MLA-മാരുടെ വോട്ട് വാങ്ങിച്ച് രാജ്യസഭയിലേക്ക് പോകും. അണ്ണാമലയ്ക്ക് ശരിക്കും ഒരു അധികാര മോഹിയല്ല. കേന്ദ്രത്തിൽ മന്ത്രിയായി നമ്മൾ സുരേഷ് ഗോപി അല്ലെങ്കിൽ ആരും അറിയാത്ത ജോർജ് കുര്യനെ പോലെ സഹമന്ത്രിയെ അറിയപ്പെടാൻ താല്പര്യമില്ല. സഹമന്ത്രിയല്ല, ഇനി ക്യാബിനറ്റ് റാങ്ക് കൊടുത്താലും അണ്ണാമലയ്ക്ക് അതല്ല. അണ്ണാമലയ്ക്ക് താല്പര്യം തമിഴകം തന്നെയാണ്. തമിഴകത്ത് നിന്ന് പ്രവർത്തിക്കുക. അതായത് വിജയ് എന്ന TVKയുടെ ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വിജയിന് ശക്തനായൊരു എതിരാളി ഇപ്പൊ തമിഴ്നാട്ടിൽ ഇല്ല. ഈ ഉദയനിധി എന്ന് പറയുന്ന കീടത്തിന് അതങ്ങനെ തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം സനാതനധർമ്മത്തെ കീടമെന്ന് വിളിച്ച ആളാണല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയം അറിഞ്ഞൂടെ, ഒരു ചുക്കും അറിഞ്ഞൂടെ. ഈ അണ്ണാമല ഇനി ചെയ്യാൻ പോകുന്നത് രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞു. അണ്ണാമല ഈ എൻ മണ്ണ് എൻ മക്കൾ വാദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പൊളിറ്റിക്സ് തന്നെ അണ്ണാമല തമിഴ്നാട്ടിലിറക്കും. അതും മാധ്യമ സൃഷ്ടിയാണ്. അതും മാധ്യമ സൃഷ്ടിയാണ്. കാരണം അണ്ണാമല പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. ആരാ പറയുന്നത്? മാധ്യമങ്ങളാ പറയുന്നത്. അണ്ണാമല പറഞ്ഞിട്ടില്ല. അല്ല, അണ്ണാമല പറയില്ല. അണ്ണാമല വിജയ് ചെയ്തതുപോലെ നമുക്ക് ഒരു വലിയൊരു ലോഞ്ച് ആകും, പെട്ടെന്നുള്ളൊരു ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലല്ലേ അത് വരട്ടെ. അല്ല, അണ്ണാമലയ്ക്ക് മനസ്സിലായി തമിഴ്നാട്ടിൽ ഇനി BJPയെ പരിപോഷിപ്പിച്ച് പാലും നെയ്യ് ഒഴിച്ചു കൊടുത്താലും അമൃതം ഒഴിച്ചു കൊടുത്താലും ഈ നിലപാടാണ് കേന്ദ്രത്തിലെങ്കിൽ അവിടെയാണ് നമുക്ക് പുഷ്പിക്കില്ല. അല്ല, നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ സാധിക്കാത്തത് അവിടെയാണ്. കാരണം കേന്ദ്ര നേതൃത്വം ഇവിടെ അണ്ണാമലയ്ക്ക് മുന്നിൽ കീഴടങ്ങുമോ, അതോ കേന്ദ്ര നേതൃത്വം അവിടെ അല്ല ഞങ്ങൾക്കിപ്പം തമിഴ്നാട് വേണ്ട, അല്ലെങ്കിൽ ഈ കേന്ദ്രം ആഗ്രഹിച്ചതുപോലെ DMK തകർന്നടിഞ്ഞു, ADMK 4 കഷ്ണമായി, ഒരു രക്ഷയുമില്ലാതെ അവരിടയ്ക്ക് ഒരു സഖ്യകക്ഷിയായി നിന്നെങ്കിലും ADMKയും
കുറേ പേര് TV-ക്കാരുടെ കൂടെ പോയി, കുറേ പേര് വേറെ 30 റേഡിയോ തമ്മിൽ വേറെ നിൽക്കുന്നു. അപ്പോൾ അവരും തകർന്ന് നാമാവശേഷമായ പണ്ടേ നട്ടലൊടിഞ്ഞാണ് ADMK. എടപ്പാടിയിൽ നിന്ന് വന്നിട്ട് ജയലളിതയ്ക്ക് ശേഷം ADMK ബിഗ് സീറോയാണ്. പിന്നെ കുറച്ച് സീറ്റുകൾ അവരുടെ പരമ്പരാഗതമായ കുറച്ച് രാഷ്ട്രീയ പിൻബലം വെച്ച് കുറച്ച് സീറ്റ് കിട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ അണ്ണാമലയുടെ സ്വപ്നമായിരുന്ന DMK തകർക്കുക, അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് തകർന്നു. പക്ഷേ അണ്ണാമലയുടെ പാർട്ടിക്ക് അവിടെ ഉയർന്നു വരാൻ സാധിച്ചില്ല. പകരം ഉയർന്നു നേരത്തെ പറഞ്ഞ വിജയുടെ പാർട്ടിയാണ്. അപ്പോൾ അണ്ണാമലയും തമിഴ്നാട്ടിൽ നല്ലൊരു പുതിയൊരു ഫ്രഷ് ഓപ്പണിംഗ് കാണുന്നുണ്ട്. അല്ല, അതൊക്കെ നമ്മുടെ അഭ്യൂഹങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ചില സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ചില ഊഹാപോഹങ്ങളാണ്. സത്യത്തിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ, കാരണം BJPക്ക് തമിഴ്നാട്ടിലൊരു സാധ്യതയുണ്ട്. ഇനി എവിടെ സാധ്യത? ഇത്രയും കാലം കിണഞ്ഞ് പരിശ്രമിച്ച് അണ്ണാമല മതിയാകില്ല, അണ്ണാമലയെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നയനാ രാജേന്ദ്രനെ കൊണ്ടുവന്നത്. എന്നിട്ട് എന്തായി? അല്ല, അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് BJPയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചല്ല. BJPയുടെ പ്രത്യയശാസ്ത്രത്തിന് തമിഴ്നാട്ടിൽ ഇനിയും സാധ്യതയുണ്ട്. അതൊരിക്കലും തമിഴ്നാട്ടിൽ നിന്ന് അകന്നു പോകില്ല, നശിച്ചു പോകില്ല. കാരണം തമിഴ്നാടിൻ്റെ പാരമ്പര്യം അതാണ്. ഭാരതത്തിൽ നിന്ന് വിട്ടുനിന്ന ഒരു പാരമ്പര്യം തമിഴ്നാട്ടിനില്ല. തമിഴ്നാട് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. തമിഴ്നാട്ടില്ലാത്തൊരു ഭാരതത്തെ, പണ്ട് ഈ കേരളം വേറിട്ടതാണ്, കേരളം മറ്റേ ദേശീയതയുടെ ഒപ്പം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാർക്സിസ്റ്റുകാർ, കാരണം അതുകൊണ്ടാണല്ലോ ഇവിടെ മാർക്സിസം ഉണ്ടായത്. വേറെ ഇന്ത്യയിൽ ഒരിടത്തും മാർക്സിസത്തിന് ഈ കേരളം, ബംഗാൾ, ത്രിപുര കഴിഞ്ഞ വേറൊരിടവും ഇല്ലല്ലോ. അപ്പോൾ അന്ന് ഇത് കൊണ്ടുവന്നപ്പോൾ ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടറായിരുന്ന P. പരമേശ്വരൻ ഒരു മറുപടി കൊടുത്തു. അതായത് കേരളം ഇല്ലാത്ത ഇന്ത്യ അപൂർണം, ഇന്ത്യയോട് ചേരാത്ത കേരളം വെറും എന്താ പറയുക, ശുഷ്കം. ഇതാണ്, അതായത് ഇന്ത്യയോട്, ഭാരതത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ കേരളത്തിനും സ്വത്വമുള്ളൂ. കേരളത്തെ ഒഴിവാക്കിയാലോ അത് ഇന്ത്യ അപൂർണമാണ്, ആ ഭാരതം അപൂർണമാണ്. അതുപോലെ തമിഴ്നാടിനെ, ദക്ഷിണ ഭാരതത്തെ ഒഴിവാക്കിയ ഒരു ഭാരതമില്ല. അതുപോലെ ഇവർക്ക് ഈ ഭാരതത്തിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വം തമിഴനോ തെലുങ്കനോ കന്നഡികനോ മലയാളിക്കോ ഇല്ല. ഇതും ഒരു സത്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇടമുണ്ട്. അതിനെ നേരെ ചൊവ്വെ കൊണ്ടുപോകാനാണ് ആൾ വേണ്ടത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് അണ്ണാമലൈ. ആ അണ്ണാമലയെ മാറ്റിയിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? BJP കേന്ദ്ര നേതൃത്വമാണ് അതിന് മറുപടി. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അണ്ണാമലയെ എന്തിനു മാറ്റി? അണ്ണാമലയെ മാറ്റി നിങ്ങൾ എടപ്പാടി പളനിസ്വാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് നയനാർ നാഗേന്ദ്രനെ സംസ്ഥാന പ്രസിഡൻ്റാക്കി. എന്തിന്? ആര് പറഞ്ഞിട്ട്? അതിന് ചരട് വലിച്ച നേതാവ് എത്ര ഉന്നതനാണെങ്കിലും അയാളെ BJPയിൽ നിന്ന് സത്യത്തിൽ പുറത്താക്കണം. ആ നേതാവ് ആരാണെങ്കിലും ശരി, ആ നേതാവിനെ BJP ശിക്ഷിക്കണം. അത് തീർച്ചയായിട്ടും BJPയുടെയും RSSൻ്റെയും ഒക്കെ ഉന്നത നേതൃത്വങ്ങൾ ആലോചിക്കട്ടെ. അല്ലാത്ത പക്ഷം നിങ്ങൾ BJP ഈ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന്, ദക്ഷിണ ഭാരതത്തിൽ നിന്ന് നിങ്ങൾ പതുക്കെ നിഷ്കാസനം ചെയ്യപ്പെടും. അതേ നേതാവ് തന്നെയാണ്, ആ ദേശീയ നേതാവ് തന്നെയാണ് കേരളത്തെ തുലച്ചത്, കേരളത്തിലെ BJP. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്താൽ മാത്രമേ ദക്ഷിണ ഭാരതം ചേർന്ന, ദക്ഷിണ ഭാരതം കൂടി ഉൾപ്പെടുന്ന ഒരു BJP, അല്ലാത്ത പക്ഷം BJP അപൂർണമാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കുമായിരിക്കാം, ഇന്ത്യ ഭരിക്കുമായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾക്കൊരിക്കലും ദക്ഷിണ ഭാരതത്തിന്, കാരണം ദക്ഷിണ ഭാരതത്തിൻ്റെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കി, ദക്ഷിണ ഭാരതത്തിൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിനെ ആ രീതിയിൽ, ഉത്തരഭാരതത്തിൽ ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളല്ല ദക്ഷിണ ഭാരതത്തിലുണ്ടായിരിക്കുന്നത്. അത് രണ്ടാണ്. ഞാൻ പറയുന്നത് ജോഗ്രഫിക്കലി, കൾച്ചറലി ഒന്നും ദക്ഷിണ ഭാരതം ഉത്തരഭാരതം വേറെ അല്ല. പക്ഷെ പൊളിറ്റിക്കലി നോക്കൂ, ഉത്തരഭാരതം എത്രയോ കാലം പിന്നെ മുഗളന്മാർ ഭരിച്ചു. പക്ഷേ ദക്ഷിണ ഭാരതത്തിലേക്ക് അവിടെ കടന്നു കയറാൻ സാധിച്ചില്ല. വിജയനഗരം ഉൾപ്പെടെയുള്ള സാമ്രാജ്യങ്ങൾ അവരെ തടുത്തു നിർത്തി, അല്ലേ? ഛത്രപതി ശിവജി ഉൾപ്പെടെയുള്ളവർ, ശരിക്കും മഹാരാഷ്ട്രയും നമ്മുടെ ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ കുറേ ഭാഗം അതിൽ വരുന്നതാണ്. എല്ലാം വിന്ധ്യന് ഇപ്പുറത്താണ്, പശ്ചിമഘട്ടത്തിലൊരു ഭാഗം. അതെ, വിന്ധ്യന് ഇപ്പുറത്താണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും
ഈ ഒരു ഉത്തരഭാരതത്തിലുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളോ ഭരണമാറ്റമോ പിന്നെ പരിവർത്തനങ്ങളോ ഒന്നുമല്ല ദക്ഷിണ ഭാരതത്തിലുണ്ടായത്. ദക്ഷിണ ഭാരതം പിന്നെയും മുഗളന്മാരെക്കാൾ കൂടുതൽ കൈയടക്കിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം നമുക്ക് ഇവിടെയും ഈ വർത്തമാനകാലത്തിലും നമ്മൾ കാണണം. അതിനെയാണ് നമ്മൾ മറികടക്കാൻ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് പുതിയ രൂപത്തിൽ വന്നിരിക്കുന്ന ആ ഒരു നീക്കത്തെ പരാജയപ്പെടുത്താനാണ് BJP കേന്ദ്ര നേതൃത്വം ശ്രമിക്കേണ്ടത്. അതിന് പകരം അവർ ഈ പൊറാട്ട നാടകം നടത്തി അണ്ണാമലയെ മാറ്റി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാണിച്ച് നോക്കൂ, തമിഴ് രാഷ്ട്രീയത്തിൽ സ്വന്തം വിശ്വാസ്യത തകർന്ന ഒരു നേതാവ്, ഒട്ടും തന്നെ വിശ്വാസ്യത ഇല്ലാത്തൊരു നേതാവിനെ എന്തിനു ഉയർത്തി കാണിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഈ അമിത്ഷായുടെ കയ്യിലല്ലേ പിന്നെ ഇൻ്റലിജൻസ് ഇരിക്കുന്നത്? അവരൊന്നും ഈ വിവരം കൊടുത്തു കാണില്ലേ? നരേന്ദ്രമോദിക്ക് ഈ വിവരം കൊടുത്തു കാണില്ല. അപ്പോൾ ആർക്ക് വേണ്ടി, ആരുടെ താല്പര്യം? അതാണ് അറിയേണ്ടത്. BJPക്കുള്ളിൽ ആരുടെ താല്പര്യമാണ് അണ്ണാമലയെ ഒഴിവാക്കിയത്? ആരാണ് അതിന് ചരട് വലിച്ചത്? അവർക്ക് എന്താണ് ലക്ഷ്യം? ദ്രാവിഡ രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരാനാണോ? ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഉത്തരം കിട്ടാതെ അണ്ണാമലയെ ഒരു നിലപാടെടുക്കും എന്ന് എനിക്ക് തോന്നുന്നു. അണ്ണാമല പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചോട്ടെ. അല്ല, അത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതിൻ്റെ ദോഷം എന്താണെന്നും കൂടെ ഞാൻ പറയാം. മറ്റൊരു പ്രാദേശികവാദമായിട്ട് അത് പരിണമിക്കും. മറ്റൊരു ദേശീയവാദമായിട്ടല്ല അത് പരിണമിക്കുന്നത്, മറ്റൊരു പ്രാദേശികവാദം ഉന്നയിക്കാൻ ശ്രമിച്ച അണ്ണാമലയെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ, ദേശീയ നേതൃത്വം ഇടപെട്ട് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തില്ലെങ്കിൽ അണ്ണാമല എന്ന രാഷ്ട്രീയ നേതാവ് IPS കളഞ്ഞിട്ട് വന്നതാണ്. IPS കളഞ്ഞിട്ട് ദേശീയതയ്ക്ക് വേണ്ടി ഇറങ്ങിയ മനുഷ്യനാണ്. അല്ല, അവിടെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം പുനരാലോചിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു സമഗ്രമായ ഒരു അഖണ്ഡ ഭാരതം, അഖണ്ഡ രാഷ്ട്രീയ ഭാരതമാണോ വേണ്ടത്? അതോ BJPക്ക് ഭരിക്കാൻ പറ്റും, കാരണം ഈ ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന സീറ്റുകൾ മതി, ഭരിക്കാൻ പറ്റും. പക്ഷേ അതൊരു അഖണ്ഡ രാഷ്ട്രീയ ഭാരതമാകത്തില്ല. അത് അഖണ്ഡ രാഷ്ട്രീയ ഭാരതമാകണമെങ്കിൽ തീർച്ചയായിട്ടും കേരളവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും കർണാടകയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടണം, അല്ലേ? അതില്ലാത്ത ഉത്തരഭാരതം ഒട്ടും സുരക്ഷിതവുമല്ല. അതും BJP ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അണ്ണാമല പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തെറ്റാണ്. ഒരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ കാര്യത്തിലും തമിഴ്നാടിൻ്റെ കാര്യത്തിലും അവരുടെ നിലപാട് തെറ്റാണ്. അവർക്ക് പിഴവ് പറ്റിയിരിക്കുന്നു. അത് തിരുത്തണം BJP കേന്ദ്ര നേതൃത്വം. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം ഈ മണ്ണിലേക്ക് വരികയില്ല. അതിനെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഛിദ്രശക്തികൾ ഇവിടെ വേറെയുണ്ട്. അവർ അത് പല്ലും നഖവും ഉപയോഗിച്ച് നിങ്ങളെ എതിർക്കും. നിങ്ങളെ ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ സമ്മതിക്കാതെ അകറ്റി നിർത്തുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അണ്ണാമലയുടെ വഴിയായിരുന്നു ശരി. BJP കേന്ദ്ര നേതൃത്വം എടുത്ത തീരുമാനം, അവരുടെ നിലപാട് തെറ്റായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിച്ചു. ഇനിയെങ്കിലും അത് തിരുത്താനാണ് BJP കേന്ദ്ര നേതൃത്വം ശ്രമിക്കേണ്ടത്.